ഹലോ എവരിവൺ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുമ്പൊക്കെ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഒരു 5:30 മണിയാകുമ്പോൾ എണിച്ച് പിന്നെ റെഡിയെല്ലാം ആയിട്ട് നമ്മളേക്ക് ഒരു 6 മണിയായി. അപ്പോൾ ഒരു 6:05 6:10 ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നിങ്ങളെല്ലാവരും വിചാരിക്കും നമ്മൾ കുമ്പൊക്കെ എത്തി, മാത്രം നമ്മൾ കുമ്പൊക്കെ എത്തിയിട്ടില്ല. സംഭവം എന്താന്ന് വെച്ചെങ്കിൽ നമ്മളെ കാറ് ചതിച്ചു ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഇവന് ഇത്ര വലിയ പണി തരുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ട് നമ്മൾ കുമ്പൊക്കെ എത്തിയില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പെട്ടെന്ന് കാറ് നിന്ന് പോയി ഗൈസ്, കാറ് പോകുന്നില്ല. ഫൈനലി ഒരു അവസ്ഥയാണിത്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നടന്നു പോകേണ്ട വന്ന് കുമ്പേക്ക് ചതിച്ചു. ഞങ്ങളെ ചതിച്ചതാ. ഷെബിൻ്റെ കാർ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പോൾ കുറവൊന്നും ഓടിയില്ല, അത് ഞാൻ കുറച്ചൊക്കെ ഓടി കതിച്ചു പോയി ഗൈസ്. ഞാൻ ഒറ്റയ്ക്ക് വന്നതെന്ന് ഞാൻ വിചാരിക്കണ്ട, എല്ലാവരും എൻ്റെ പിറകിലാണുള്ളത്, ഞാൻ കുറച്ച് ഫ്രണ്ടിലാണെന്ന് മാത്രം. അപ്പോൾ ഓക്കെ, കണ്ടെല്ലാ പൂക്കൾ സ്നേഹിക്കാന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ് ഗൈസ്. മാത്രം ഈ പൂവിൻ്റെ ഇലനെ എന്തോ പുതു കടിച്ചിന് മാത്രം എനിക്ക് പൂവിനോട് ലവ് തോന്നുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് നടക്കാം. നടന്ന് ഒരു ഇരുട്ട് പിടിച്ച സ്ഥലത്തേക്ക് ഞാൻ പോവാണ്. അപ്പോൾ ഇരുട്ട് പിടിക്കാന്ന് പറഞ്ഞാൽ അവിടെ ചുറ്റും മരമായതുകൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് ചുറ്റും മരം തന്നെയാണ്. അന്നേരം ഇവിടെ പറഞ്ഞെങ്കിൽ ഓപ്പോസിറ്റ് സൈഡും ഇപ്പോഴത്തെ സൈഡും എല്ലാ സൈഡും നല്ല മയിൽ കൂക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? അത് മയിലിൻ്റെ കരച്ചിലാണ്. ഗൈസ്, ഈ ഒരു പ്രദേശത്ത് ഫുള്ള് മഞ്ഞാണ് ഗൈസ്. ഇപ്പം എനിക്കിവിടെ ശരിക്കും പറയാം ഒരു പീസ് നല്ല വൈബാണ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ. എനിക്ക് ഇവിടെ മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് മഞ്ഞ് ഇഷ്ടമാണ്. സോ ഞാൻ വരുന്ന കണ്ടിട്ടല്ല, യോറ് വരുന്ന കണ്ടിട്ട് തബളത്തുള്ളി പോയി. എനിക്കും അറിയില്ല. കണ്ടോ, വരുന്ന വൈക്ക് കിട്ടിയൊരു സാധനമാണിത്. ഒരു വെറൈറ്റിയാണ്. അല്ലാണ്ടൊക്കെ നോക്കുന്നത് അത് ഇവൻ പേടിത്തോണ്ടാണ് നമ്മളെ കണ്ട് പേടിച്ച് തുള്ളി വെള്ളത്തിലേക്ക്. ഫ്രണ്ടിൽ എൻ്റെ ബ്രദർ ചാച്ചു ഇങ്ങനെ വല്ലാണ്ട് അങ്ങ് തള്ളിക്കൊണ്ടുണ്ട്. മാത്രം അത് കേട്ട് നിൽക്കുന്ന എൻ്റെ പൊട്ടത്തിയായ ഏട്ടത്തിയും ഉണ്ട്. ഓനാണെങ്കിൽ കുതിര പറഞ്ഞ ഓളത് വിശ്വസിക്കും. കുതിര തരണമെങ്കിൽ അകത്തെ മോളത്തിയാണ് ഏട്ടത്തിയാണ്. ആ പൊട്ടനായ എൻ്റെ ചാച്ചുവെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ചാച്ചു തള്ളി മറിക്കിടാ. അപ്പൊ ഗൈസ്, ഇന്നലെ ഷെബിന്റെ ഭാഗം ട്രീറ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി കൊറേ തിന്നാൻ വന്നിട്ട് ഇന്ന് കൊറേ നടപ്പിക്കുന്നുണ്ട്. ഓനൊരു ചട്ടി കൊടുത്തിട്ട് തന്നിനക്ക് മാത്രം അപ്പൊ അറിഞ്ഞില്ല. ഒരു രാവിലേക്ക് ചതിക്കുന്നൊക്കെ അറിഞ്ഞിട്ടാ അറിഞ്ഞിട്ടിങ്ങനെ ചട്ടിപ്പുള്ള തൂന്നട്ടെ. ഗൈസ്, മലകൾ താണ്ടി ഇപ്പൊ കുന്ന് താണ്ടാൻ പോവാണ് ഗൈസ്. നിങ്ങൾ നോക്കൂ, അങ്ങനെ മലകൾ താണ്ടി നടന്ന് കാലൊക്കെ കടിയാൻ തുടങ്ങി. ഇന്നെങ്ങാനും ഈ കുമ്പ് എത്തുമെന്നൊരു ഡൗട്ടുണ്ട്. അത് ശരി പറയുന്നത് ഇപ്പൊ ഒരു 5 മിനിറ്റ് ചെല്ലും. അത് 5 മിനിറ്റ് ചെല്ലാൻ തുടങ്ങിയിട്ട് സമയം കുറേ ടൈമായി. ഗൈസ്, തായൊരു മാങ്ങ കണ്ടു ഗൈസ്. എനിക്ക് മാത്രം വേണ്ട, കാലത്തെ മാങ്ങ തിന്നെങ്കിൽ ഞങ്ങളെ ചച്ചു ഗൈസ്. ഇപ്പോൾ ഇവിടെ ഒരാളോട് ചോദിച്ചു കുമ്പൊക്കെ പോകുന്ന പയ്യേതെന്ന്. അപ്പോൾ പറഞ്ഞു തിരിച്ചു പോകണം, അതിലെ കൂട്ടാണെന്ന്. സോ ഞങ്ങളെ ചതിച്ചു, മനഃപൂർവ്വം ചതിച്ചതാണ്. ഷെബി അല്ല ചതിച്ചത്, ഷെബിൻ്റെ മാപ്പാണ്, അതായത് ഗൂഗിളാണ് ചതിച്ചത്. ഈ ഗൂഗിൾ വല്ലപ്പോയെങ്കിൽ യൂസ്ഫുള്ളാണ്, മാത്രം വല്ലപ്പോയെങ്കിലും ചതിയനാണ്. അപ്പോൾ ആരും ഗൂഗിളിനെ അധികം അങ്ങ് കണ്ണടിച്ച് വിശ്വസിക്കണ്ട. അങ്ങനെ നമ്മൾ റിട്ടേൺ പോവുകയാണ്. എന്തിനാടാ ഈ ചതി? ഷെബി ആരാ ചതിച്ചത്? ഗൂഗിളാണോ നീയാണോ ചതിച്ചത്? വേറൊരു അമ്മച്ചിനെ രക്ഷപ്പെടുത്തി. ഗൈസ്, നമ്മൾ കുമ്പ കയറാൻ പോവാണ് ഗൈസ്. അങ്ങനെ ചെറിയ പടികളായി കയറാൻ പോവാന്ന്. എൻ്റെ സുലു കഷ്ടപ്പെട്ടിട്ടാണ് കയറുന്നത്. അപ്പം എൻ്റെ സുലുവിനെ എൻ്റെ ഇത്ത കയറാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സഹായിക്കാത്തല്ല, ഞാൻ പോട്ടേനു. അപ്പോൾ ദിസ് ഈസ് വെരി ടഫ്. ഒരു എന്താ പറയാ, ഒരു ഏത്തക്കുത്ത കല്ലാന്ന്. താഴെ വേണം നടുവും കാലും പൊളിയും അത്ര തന്നെ. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വരാം. പോരാത്തതിന് മഴക്കാലമാണ്, ജാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ
നിങ്ങൾ ചാച്ചു കയറുന്ന കാണുന്നുണ്ടാന്ന് അറിയില്ല. ചാച്ചു സേ ഹായ്. ഓക്കെ കതുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കിഡ്നി തമ്മിലാന്നുണ്ട്. അമ്മ അതിൽ കതുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ബാക്കിലത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ലൈക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ നല്ല പീസായിട്ടുള്ള മൈൻഡ് കിട്ടും ഇങ്ങനത്തെ സ്ഥലത്തുണ്ടെങ്കിൽ. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലം. പോരാത്തതിന് നല്ല മഞ്ഞും നല്ലൊരു ഫോറസ്റ്റ് ഏരിയ പോലത്തെ ഒരു സ്ഥലമാണ്. ഐ റിയലി ലവ് ഇറ്റ്. വരുന്ന വഴിക്കൊരു ഫ്ലവർ കണ്ടു. ഇതൊരു വേറെ തന്നെ ഒരു ഫ്ലവറാണ്. ഞാൻ ഇതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു ഫ്ലവർ കണ്ടിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്ക്. ലൈക്ക് ഈ ഒരു ഫ്ലവർ എന്ന് പറയുമ്പോൾ ഒരു വേറെ തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ഫ്ലവറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലവറിൻ്റെ പേരറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഫ്ലവറിനെ ആദ്യമായിട്ടാണ് കണ്ടത്. നിങ്ങൾ നോക്കൂ, ഒരു വേറെ തന്നെ ഒരു ഫ്ലവറാണ്. ഈ ഇല ഇതിന് മുമ്പ് കണ്ടത് പോയിട്ട് പരിചയമുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അറിയാതാണോ ഈ കോമഡി പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഫിദ പറയുന്നത് നാളെ 4 മണിക്ക് ഇതേ സ്ഥലത്തേക്ക് ഇതേ ഡെസ്റ്റിനേഷനിലേക്ക് വരാന്ന്. അപ്പൊ എന്താ അവളോട് പറയാനുള്ളത്? അടിക്കും ഇതേ ഡെസ്റ്റിനേഷനിലേക്ക് വരില്ല. മാത്രം വരാനൊരു മനസ്സുണ്ട്. സംഭവം എന്തല്ല ലൈക്ക് ഈ ബാക്കിലത്തെ വ്യൂ നിങ്ങൾ കാണുന്നുണ്ടോ എനിക്കറിയില്ല. സോ അത് കാണുമ്പോൾ ആരാലും വരാൻ ആഗ്രഹിച്ചു പോവും. സോ ഞാനും ആഗ്രഹിച്ചു. മലകൾ താണ്ടി പാവ എൻ്റെ ഉമ്മ ക്ഷീണിച്ചു പോയി ഗൈസ്. ഉമ്മ എലി വരുന്നാ? ഇല്ലേ? ക്ഷീണിച്ചാ? എൻ്റെ ഉമ്മ ക്ഷീണിച്ചു പോയി. പാവ എൻ്റെ ഉമ്മ. ദിസ് ഈസ് ദ വ്യൂ. ഹൗ ഈസ് ലൈക്ക് എല്ലാവരും കമൻറ്റ് ചെയ്യാ. ഷെബി ഗൈസ് എത്തി ഏകദേശം ഒരു പോയിന്റ് വരെ എത്തിയിട്ടുണ്ട്. സത്യം പറയാ കതിച്ച് പോയി ഗൈസ്. ഞാൻ ഇപ്പോൾ ചാറ് ചെയ്യുന്നു. കതിച്ച് പോയി ഗൈസ്. അപ്പം ഞാൻ ചാറി പോണ പ്രശ്നമില്ല. ഈ ഫോണ് പോകാതിരിക്കണം. അപ്പോൾ സത്യം പറയാ നല്ല വ്യൂ ആണ് ഗൈസ്. ഞാൻ നേരെ കാണിച്ചു തരാം. ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇതാണ് കാഴ്ച എന്ന് പറയുന്നത്. ആ ഒരു സെൻട്രൽ പോർഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അവിടെ ഒരു മഞ്ഞിങ്ങനെ കൂടി നിന്നൊരു സ്ഥലം നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. ദിസ് ദ സെൻട്രൽ പോർഷൻ. ഞാൻ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞ ആ ഒരു പോർഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഇതാണ്. ഉമ്മ നമ്മ റാണിപ്പുരം പോന്ന് വരുന്നാ? ഇല്ല പൈ. ഞാൻ റാണിപ്പുരം വരുന്നില്ല. എന്താ വരാത്ത? ഞാൻ രാശികോതല കെട്ടാ. പിന്നെ ഇത് ചെറിയത് റാണിപ്പുരം ഇരകൾ വലുത് ഇതന്നെ മതി. ഭയങ്കര നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ സോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ദിസ് ഈസ് ദ വ്യൂ. ഹൗ ഈസ് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇതാണ് വ്യൂ എന്ന് പറഞ്ഞെങ്കിൽ ഇതാണ് ലാസ്റ്റ് തട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. നടക്കണം.